ഹൈറിച്ചിനെതിരെ കേസ് വന്നപ്പോൾ ഓടി നടന്ന് രാപ്പകലില്ലാതെ ഓടി നടന്ന് കമ്പനിക്ക് വേണ്ടി വക്കീലന്മാരെ ഏർപ്പാട് ചെയ്തതും അതിൻ്റെ കാര്യങ്ങൾ പിന്നെ സൂം മീറ്റിങ്ങൾ ന്യായീകരണങ്ങൾ ഒക്കെ ഇറക്കിയതുമായ ഒരാളാണ് മിസ്റ്റർ ഷബീർ ഷാ. ഭയങ്കര എന്തോ അമിത്ഷാൻ്റെ കുടുംബത്തിനാണ് തോന്നുന്നു, ഭയങ്കര ഷാ കുടുംബമാണ്. അപ്പോൾ എന്താണ് ഇവൻ്റെ ഈ ഒരു ത്വര? ഓന് ഭയങ്കരമായിട്ട് മറ്റ് വലിയ വലിയ കള്ളന്മാരൊക്കെ അതാണ് ദീപേഷ് തിരൂര് അതുപോലെയുള്ള ആൾക്കാരൊക്കെ സൈലൻ്റ് ആയിരുന്നു. കേസ് വന്നപ്പോൾ പിന്നെ അവരെ ഈ പിക്ചറിലേ ഇല്ല. പക്ഷേങ്കിൽ ഇവനായിരുന്നു ഇതിൻ്റെ അപ്ഡേറ്റ് തരാനും പിന്നെ വക്കീലന്മാരെ കാണാൻ പോയിട്ട് വരുന്ന വഴിയുള്ള വീഡിയോ, സൂം മീറ്റിങ് അതൊക്കെ കോർഡിനേറ്റ് ചെയ്തിരുന്നത് ഷബീബ് ഷാ ആയിരുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇവൻ വലിയൊരു ലീഡറാണ്. അപ്പോൾ ആയിരക്കണക്കിന്, ആയിരമൊന്നും ആയിരിക്കില്ല, ഒരു 5000-ഓളം ആൾക്കാരെ, ഇവന് പിന്നെ കുറച്ച് ഹിന്ദിയും നല്ല വശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരെ പറ്റിച്ച ഒരാളാണ്. പിന്നെ സ്പോർട്സ് കാറുകൾ ഇവന് ഹരമാണ്. അതുകൊണ്ട് പുതിയ പുതിയ കാറിന് മുമ്പിലൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവൻ ഭയങ്കര ശരിക്കും കോടീശ്വരൻ തന്നെയാണ്. അപ്പോൾ ഇവന് പിന്നെ ഒരു ഫേമുണ്ട്. ആ ഫേമിൻ്റെ പേര് എന്ന് പറയുന്നത് ഷാ അസോസിയേറ്റ്സ് എന്നാണ്. അപ്പോൾ അതിൻ്റെ 2 ഫേം, ഷാ അസോസിയേറ്റ് സപ്ലൈ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊക്കെ ഫേമുകളുണ്ട്. ചിലപ്പോൾ അത് പിൻ ഏജൻസി ആയിരിക്കാം. അപ്പോൾ അതിലൂടെയൊക്കെ ഇവൻ സമാഹരിച്ചിരിക്കുന്ന പണം എന്ന് പറയുന്നത് ഒരു ഫേമിലൂടെ 3.5 കോടി, 3.65 കോടി, മറ്റ് ഒരു ഫേമിലൂടെ 1.35. അപ്പോൾ അത് രണ്ടും കൂടി ചേർന്നാൽ തന്നെ 5 കോടിയായി. 5 കോടി. പിന്നെ ഒരു അക്കൗണ്ടിലൂടെ ഒരു 7 ലക്ഷം. അപ്പോൾ 5 കോടി 7 ലക്ഷം രൂപ കഴിഞ്ഞ 2 വർഷം കൊണ്ട് സമാഹരിച്ച ഒരു മുതലാണ് ഇവൻ. മുതലെന്ന് വിളിച്ചാൽ മതിയില്ല, ഇവനൊരു സുൽത്താനാണ്, മലപ്പുറത്തിൻ്റെ സുൽത്താൻ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇവൻ ഇങ്ങനെ രാപ്പകലില്ലാതെ കമ്പനിക്ക് വേണ്ടി ഓടി നടക്കുന്നത്. ഈ 5 കോടി എന്ന് പറയുന്നത് ചുരുങ്ങിയതൊരു 5000 പേരെ പറ്റിച്ചതിൻ്റെ കൂലിയാണ്. അപ്പോൾ ഇവൻ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ ഒരു 50 കോടിയായിരിക്കാം. 50 കോടി ഇവൻ മുഖേന നമ്മുടെ 3310 കോടിയോ അങ്ങനെ എന്തോ അല്ലേ നമ്മുടെ ഹൈറിച്ചിൻ്റെ ആകെ മൊത്തം ടോട്ടൽ തട്ടിപ്പ്. അപ്പോൾ അതിൽ 50 കോടി രൂപ സമാഹരിച്ചിരിക്കുന്നത് ഷബീർ ഷാ എന്ന വ്യക്തിയാണെന്ന് നമുക്കിതിൻ്റെ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് ഇവന് ഈ ഒരു 5 കോടി 70 ലക്ഷം കിട്ടിയിരിക്കുന്നത്. 5 കോടി 7 ലക്ഷം അല്ലേ, 7 ലക്ഷം. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാർ, കോടിക്കണക്കിന് രൂപ ഏൺ ചെയ്ത ആൾക്കാർക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുക, നിങ്ങൾ കൊടുത്ത പണം നേടിയെടുക്കുക എന്ന് മാത്രമാണ്. ഇപ്പോഴും ഹൈറിച്ച് തിരിച്ചു വരും, അല്ലെങ്കിൽ എന്തോ ദൈവം കയ്യൊപ്പിട്ട കമ്പനിയാണ് എന്നൊക്കെ പറയുന്നവരോട് പറയാനുള്ളത്, ഇതുപോലെ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച ഒരുപാട് പേർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. അവരൊക്കെ സമ്പാദിച്ചത് നിങ്ങൾ കൊടുത്ത 10,000-ഉം 20,000-ഉം ലക്ഷങ്ങളും ഒക്കെ ചേർന്നതാണ്. നിങ്ങൾക്ക് ആ പൈസ വേണമെങ്കിൽ ഇവർക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരുടെയൊക്കെ അക്കൗണ്ടുകൾ വരും ദിവസങ്ങളിൽ, ഇപ്പോൾ തന്നെ ഫ്രീസ് ആയോ എന്നറിയില്ല, എന്തായാലും വരും ദിവസങ്ങളിൽ ഫ്രീസ് ആവാൻ പോവുകയാണ്. എന്തായാലും ഇവർക്കൊന്നും നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ എത്രയൊക്കെ ഒളിച്ചു വെച്ച് കഴിഞ്ഞാലും നിങ്ങൾ ഇതിനൊക്കെ നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും, കണക്കുകൾ ബോധിപ്പിക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ ഇത്തരത്തിലെ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച
എല്ലാ ഹൈ റിച്ച് ലീഡർമാരോടും പറയാനുള്ളത്. ബൈ.